ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡൗ ജോൺസ് 0.98%, S&P 0.85%, നസ്ഡാക്ക് 0.618% പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 37 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത നിലവിലുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഇന്നലെ ഫോം ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ഡൗണിലോട്ട് പോയെങ്കിലും അവിടുന്ന് നല്ലൊരു ബൈയിങ് പ്രഷർ വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇനിയുള്ള നിഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് 25, 240, 250 എന്ന് പറയുന്ന ഈ റേഞ്ച്. ഈ ഒരു റേഞ്ച് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇന്നത്തെ ദിവസം ഇതിന് മുകളിലൊരു ക്ലോസിങ് 25,240 മുകളിലോട്ടൊരു ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ലോ ടൈം ഫ്രെയിമിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസാണ് 25,180 സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ഇന്നലെയും മെനഞ്ഞാന്ന് അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായതാണ്. അപ്പോൾ ഇന്നലെ അവിടെ നിന്ന് 15 മിനിറ്റിൽ സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടി. ആദ്യത്തെ കുറച്ച് സമയം എന്ന് പറയുന്നത് ഏകദേശം 5 ക്യാൻഡിലോളം അവിടെ നല്ലൊരു റിജക്ഷൻ വന്നതാണ്. പക്ഷേ 6ാമത്തെ ക്യാൻഡിൽ സ്ട്രോങ് ഒരു ബ്രേക്കൗട്ട് കിട്ടി. മുകളിലോട്ട് നമ്മുടെ ടാർഗറ്റിന് തൊട്ട് മുന്നേ 25,000 തൊട്ട് മുന്നേ തന്നെ ലാസ്റ്റ് 15 മിനിറ്റിൽ അവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും 25,125 അവിടെ നിന്നൊരു സ്ട്രോങ് അവിടെ ഈ രണ്ട് ലൈനും 25,125, 25,180 അവിടെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് രണ്ടും ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് കയറിയത്. ഇന്നത്തെ ലെവൽസ് നോക്കാം. ഇന്നത്തെ ലെവൽസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഏരിയകളാണ്. 25 ഒരു കോൾ വന്നത് 25,240, 25,240 ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് മുകളിലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,280 മുകളിൽ മിക്കവാറും ഒരു ബ്രേക്കൗട്ടിനുള്ള സാധ്യത, ഒരു ഗ്യാപ്പ് അപ്പാണ് വരുന്നതെങ്കിൽ 25,250, 25,240 ശ്രദ്ധിക്കുക. ഇത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇവിടെ എല്ലാം റെസിസ്റ്റൻസ് വന്നതാണ്. അപ്പം ഇതിന് മുകളിലൊരു ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ തിരിച്ചിവിടെ വരുന്ന സമയത്ത് സപ്പോർട്ട് കിട്ടും. ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊരു മേജർ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും 25,240 എന്നുള്ളത്. അപ്പം ഇവിടെ നിന്നൊരു സ്ട്രോങ് ബ്രേക്കൗട്ട്, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ബ്രേക്കൗട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഇവിടെ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,300 ഈ ഒരു ലെവൽ നോക്കാം. 25,315 ഈ ഒരു ഗ്യാപ്പ് വരുന്ന ഏരിയ 25,322 ടാർഗറ്റ് വയ്ക്കാം. ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,400 വരയ്ക്കും ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉള്ളൊരു ബേസ് ക്യാൻഡിലുണ്ട് 25,400, 415 വരയ്ക്കും കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാം ബ്രേക്കൗട്ട് നോക്കുക, ബ്രേക്കൗട്ടും റീടെസ്റ്റും നോക്കിയിട്ട് എൻട്രി എടുക്കുക. താഴോട്ടുള്ളത് 25,180 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും, സപ്പോർട്ടായിരിക്കും. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം 25,180 നോക്കുക. 25,180 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,120, 25,120 പിന്നെ വരുന്ന ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് എന്ന് പറയുന്നത് 25,60. മാർക്കറ്റ്
എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് 25,450 ഫസ്റ്റ് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ശ്രദ്ധിക്കുക. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ 240 താഴെയാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് 5 മിനിറ്റ് താഴോട്ടൊരു ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. കാരണം 25, 240, 280 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. സെല്ലേഴ്സ് നിലവിലിവിടെ ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ മാർക്കറ്റിന് 25, 240 താഴെ ക്ലോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ബയേഴ്സ് സെല്ലേഴ്സ് ഇവിടെ ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ 25,240 മുകളിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പം ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം 25, 240 മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു റാലി നടത്താൻ സാധ്യതയുണ്ട്. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS ഇന്നലെ സ്റ്റോക്ക് 4,209 കോടിക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ DIs 4,359 കോടിക്ക് ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS 16,160 ക്വാണ്ടിറ്റി ഇന്ന് എക്സ്പയറി ആണ്. 16,160 കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.36 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈങ്. ഡേറ്റ സെയിം. പ്രോ 1.98 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. അതുപോലെ തന്നെ 1.35 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. ക്ലൈൻറ്റ് സ്ട്രോങ് സെല്ലിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. കോൾ ഓപ്ഷൻ 23,170 മെനഞ്ഞാത്ത ഡേറ്റയാണ്. 2.2 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. അതുപോലെ തന്നെ 2.85 ലാക്ക് പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബൈയിങ് തന്നെയാണ്. FISും സെല്ലിംഗ്, പ്രോയും ബൈക്കിംഗ് ആണ്. മിക്കവാറും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ട് 260, 25, 260, 25, 274 താഴെ ഇവിടെ എവിടെയെങ്കിലും ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25, 260, 25, 274 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് താഴോട്ട് ബൈയിങ് നോക്കാം. പുട്ട് ഓപ്ഷൻ, അതായത് ഈ ഒരു റേഞ്ചിന് ആദ്യത്തെ റെസിസ്റ്റൻസിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ CPR വരയ്ക്കും ടാർഗറ്റ് വെച്ചിട്ട് താഴോട്ട് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് താഴെയാണ് വരുന്നതെങ്കിൽ 25,060, 260, 25,274 താഴെയാണ് വരുന്നതെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസിന് താഴെ ക്ലോസിങ് വരും. CPRന് അടുപ്പിച്ചായിരിക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ 25, 180, 160 സ്ട്രോങ് സപ്പോർട്ട് കിട്ടും മാർക്കറ്റിന്. ഇവിടെ നിന്ന് വേണമെങ്കിലും ഒരു പുൾ ബാക്കിനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു ഏരിയ ഫുള്ള് ഒരു പുൾ ബാക്കിനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നിന്നാണ് ഇന്നലെ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയൊക്കെ ശ്രദ്ധിക്കുക. താഴോട്ട് വരുന്ന സമയത്ത് CPRൽ വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. അടുത്ത് ഇവിടെ ഏത് സപ്പോർട്ടിലിട്ടാണോ ഒരു സ്ട്രോങ് റിവേഴ്സ് സിഗ്നൽ കിട്ടുക അവിടെ നിന്ന് CE സൈഡിലോട്ട് നോക്കാം. 25, 139, 25, 124 സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം ഏകദേശം 100 പോയിൻ്റ് അടുപ്പിച്ച് താഴോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. 25,046, 25,031 മാർക്കറ്റ് എന്തായാലും ഇതുവരേക്കാണോ വലിയൊരു ഫോള്. ആദ്യത്തെ ഒരു 2 മണിക്കൂർ ഫസ്റ്റ് സെഷൻ താഴോട്ട് നല്ലൊരു സെല്ലിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 25,046, 25,031 നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ വരികയാണെങ്കിൽ മാത്രം. മുകളിലോട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 25,326, 25,347 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 25,042, 25,422. അപ്പോൾ ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവ് മാർക്കറ്റിലുണ്ടാവും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.